ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായില്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോസാറെക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിയം പവർ എസൻസ് ആണ് ഇത്. ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഞാനും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. ഇത് ഞാൻ ഒരുപാട് കാലമൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെറും 2 ആഴ്ച ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിത് ഡേ ആൻഡ് നൈറ്റും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സിറംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്യുക. ഏത് ടോണറായാലും ഞാൻ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഇതൊരു പമ്പ് എടുത്താൽ മതി, നമ്മുടെ ഫേസിലേക്കൊക്കെ കിട്ടുന്ന അത്രയും ഇത് കിട്ടും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് ഇത് ലോക്ക് ചെയ്യുക. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഞാൻ ഇത്രയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ഒരുമിച്ചിടരുത്. ഒക്കത്തിനൊരു കുറച്ച് സമയം കൊടുക്കുക. ടോണർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. എന്നതിന് ശേഷം മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ. ഇതാണ് ഞാൻ ചെയ്യുന്നത്. നൈറ്റും ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷ് ചെയ്ത് ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് മാറ്റം എന്ന് തോന്നിയത്, നമ്മൾ ഒരുപാട് കളർ വെക്കും എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും നമ്മളുടെ ഫേസ് കുറച്ചൊരു ഗ്ലോ ആയിട്ട്, കുറച്ചൊരു എന്താ പറയുക, ഒരു തിളക്കം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മളെ ഫേസിലുണ്ടായിരുന്ന പിമ്പിൾസ് വന്ന പാടുകൾ അതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കളർ കുറഞ്ഞ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാത്ത രീതിയിൽ ലൈറ്റൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പിമ്പിൾസൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പിമ്പിൾസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു മങ്ങി വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സിറംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഇപ്പം റീസെൻ്റ്ലി ഞാൻ ഇത് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇനി എന്താ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാനിപ്പം പുറത്തോട്ട് വെയിലത്തൊന്നും ഇത് ഇട്ടിട്ട് ഞാൻ പോയിട്ടില്ല. ഇനി അപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഡേ ആൻഡ് നൈറ്റും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്ത് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ നൈറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഉള്ളതിൻ്റെ റിയാക്ഷൻ ഒന്നും നമുക്കറിയില്ല. അപ്പം നിങ്ങൾ അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നൈറ്റ് മാത്രം യൂസ് ചെയ്യുക. നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതൊരു ബോട്ടിൽ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ ഞാൻ 2 ആഴ്ച ഉപയോഗിച്ചിട്ട് ആകെ ഇത്രേ ആയിട്ടുള്ളൂ. നമുക്ക് കുറേ കാലം കിട്ടും. ഇത് കുറച്ചൊരു എക്സ്പെൻസീവായ പ്രോഡക്റ്റാണ്. നമുക്ക് ആമസോണിൽ ഓഫറൊക്കെ നടക്കുന്ന സമയത്ത് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടും. ഞാനൊരു ഓഫർ ടൈമിലാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്. നമുക്ക് നന്നായിട്ട് നമ്മളെ ഫേസൊക്കെ നല്ല മോയ്സ്ചറായിട്ടൊക്കെ ഇരിക്കാനും, ഇതിൻ്റെ മുകളിൽ നമുക്ക് മേക്കപ്പും യൂസ് ചെയ്യാം. മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ മേക്കപ്പ് ഇടുകയാണെങ്കിൽ മേക്കപ്പും നല്ല ഫിക്സ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും ഇപ്പം എനിക്ക് സൂട്ടായ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ ഒരു 2 ദിവസം ഇത് അപ്ലൈ ചെയ്ത് നോക്കി, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തത്. ഒരുപാടൊന്നും എടുത്ത് ഇതാക്കേണ്ട, ഒറ്റ പമ്പ് മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു പമ്പ് മതി നമ്മളുടെ ഫേസ് മൊത്തം ആവാനുള്ളത് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ദിവസം നമുക്ക് വേറെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.